ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. നിമിഷപ്രിയയുടെ മോചനം രണ്ടാംഘട്ട തുക സമയത്ത് നൽകിയിരുന്നെങ്കിൽ നിമിഷ മോചിതയാകുമായിരുന്നു. കൊച്ചി, യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിന് രണ്ടാംഘട്ട തുക സമയത്തുടനെ സമാഹരിച്ചു നൽകിയിരുന്നെങ്കിൽ ചർച്ച മുന്നോട്ടു പോകുമായിരുന്നെന്നും നിമിഷ ഇതിനകം മോചിതയാകുമായിരുന്നെന്നും മോചന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സാമുവൽ ജെറോം പ്രതികരിച്ചു. ആദ്യഘട്ടത്തിൽ തലാൽ അഹമ്മദിയുടെ ഏതാനും അടുത്ത കുടുംബാംഗങ്ങളുമായി ചർച്ച നടത്താനായിരുന്നു 2021 മുതൽ ആക്ഷൻ കൗൺസിൽ പ്രവർത്തിച്ചിരുന്നു. ബ്ലഡ് മണി സ്വീകരിച്ചു നിമിഷയോട് ക്ഷമിച്ചതായി കുടുംബം അറിയിച്ചാൽ ശിക്ഷ ഒഴിവാകുമായിരുന്നു. തലാലിന്റെ കുടുംബവുമായി അയാൾ ഉൾപ്പെടുന്ന ഗോത്രസമൂഹത്തിന്റെ പ്രതിനിധികളെ മധ്യസ്ഥരാക്കി ചർച്ചയാരംഭിക്കാൻ $40,000 വേണമെന്നു സാമുവൽ ജെറോമും യമനിലെ അഭിഭാഷകരും അറിയിച്ചിരുന്നു. ആദ്യഘട്ടമായി നൽകേണ്ട $20,000 $19,871 കൂട്ടായ ശ്രമത്തിലൂടെ സമാഹരിച്ചു 2024 ജൂലൈയിൽ കൈമാറി. എന്നാൽ രണ്ടാം ഘട്ട തുക സമാഹരിക്കാനുള്ള ശ്രമങ്ങളുണ്ടായില്ല. തുകയുടെ വിനിയോഗം സംബന്ധിച്ചു കൃത്യമായ വിവരം വേണമെന്നു കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടതോടെ ശ്രമങ്ങൾ നിശ്ചലമായി. 2009 പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയ നൽസായി യമനിൽ ജോലിക്കെത്തിയത്. 2012 തൊടുപുഴ സ്വദേശി ടോമി തോമസിനെ വിവാഹം കഴിച്ചു. വൈകാതെ ടോമിയും യമനിലെത്തി. അവിടെ വെച്ച് മകൾ മിഷേൽ ജനിച്ചു. മകളുടെ മാമോദിസ ചടങ്ങുകൾക്കായി 2014 നിമിഷപ്രിയയും ടോമിയും കേരളത്തിലെത്തി. ഇവരുടെ സുഹൃത്തുകൂടിയായിരുന്ന തലാൽ അബ്ദുമഗ്ദിയും നാട്ടിലേക്കുള്ള യാത്രയിൽ ഒപ്പമുണ്ടായിരുന്നു. സ്വദേശിയായ തലാലിനെ സ്പോൺസറാക്കി യമനിൽ ക്ലിനിക് ആരംഭിക്കാനുള്ള പദ്ധതി കൂടി നിമിഷയ്ക്കും ഭർത്താവിനുമുണ്ടായിരുന്നു. നിമിഷയും തലാലും യമനിലേക്ക് മടങ്ങി. പിന്നീട് മടങ്ങാനിരുന്ന ടോമിക്ക് യമനിൽ യുദ്ധം രൂക്ഷമായതോടെ മടങ്ങാനായില്ല. 2015 സനായിൽ തലാലിന്റെ സ്പോൺസർഷിപ്പിൽ ക്ലിനിക് ആരംഭിച്ച നിമിഷ ആഭ്യന്തരീത കാലഘട്ടത്തിൽ കടുത്ത മാനസിക, ശാരീരിക, സാമ്പത്തിക ചൂഷണങ്ങളിലൂടെ കടന്നുപോയെന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പ്രതിനിധികൾ പറയുന്നു. ക്ലിനിക്കിലെ യമൻ പൗരയായ മറ്റൊരു ജീവനക്കാരിയുമായി ചേർന്നു തലാലിനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ 2017 ജൂലൈയിലാണ് നിമിഷപ്രിയ അറസ്റ്റിലായത്. 2020 വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു. ജഡ്ജിമാരുടെ ബന്ധുക്കൾ ജഡ്ജിയാകേണ്ട പരിഷ്കാരം പരിഗണനയിൽ. ന്യൂഡൽഹി സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരുടെ അടുത്ത ബന്ധുക്കളെ ജഡ്ജിമാരായി ശുപാർശ ചെയ്യുന്നത് ഒഴിവാക്കുന്നത് പരിഗണനയിൽ. ജഡ്ജി നിയമനത്തിൽ സ്വജനപക്ഷപാതം കൂടുന്നുവെന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് ഇത്തരമൊരു നീക്കം. സുപ്രീം കോടതി കൊളീജിയത്തിലെ ഒരു ജഡ്ജി ഇതു സംബന്ധിച്ച ശുപാർശ മുന്നോട്ടുവെച്ചെന്നും പലരും ഇതിനെ പിന്തുണച്ചെന്നുമാണ് വിവരം. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ കൊളീജിയത്തിൽ ജസ്റ്റിസുമാരായ BR ഗവായ്, സൂര്യകാന്ത്, ഋഷികേശ റോയ്, AS സോക്ക എന്നിവരാണ് അംഗങ്ങൾ. വേല വെടിക്കെട്ടിന് അനുമതിയില്ല. പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ ഹൈക്കോടതിയിൽ. കൊച്ചി, വേല വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചതിനെതിരെ പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ ഹൈക്കോടതിയിൽ. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ സ്ഫോടകവസ്തു നിയമപ്രകാരം വെടിക്കെട്ട് നടത്താൻ സാധിക്കില്ലെന്നു ചൂണ്ടിക്കാട്ടി ജില്ലാ കലക്ടർ അനുമതി നിഷേധിച്ചതിനെതിരെയാണ് ഹർജികൾ. ചൊവ്വാഴ്ച ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ച് പരിഗണിച്ചേക്കും. ജനുവരി 3 പാറമേക്കാവിന്റെയും 5 തിരുവമ്പാടിയുടെയും വേല നടക്കാനിരിക്കെയാണ് വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചത്. പുതിയ നിയമപ്രകാരം ജനങ്ങളുടെ ജീവനും സ്വത്തിനും അപകടകരമല്ലാത്ത വിധം വെടിക്കെട്ട് നടത്തുന്നതിനുള്ള ഭൗതിക സാഹചര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. തൃശൂർ പൂരം വെടിക്കെട്ട് നടത്തുന്ന തേക്കിൻകാട് മൈതാനിയിൽ തന്നെയാണ് വേല വെടിക്കെട്ടും നടക്കാറുള്ളത്. വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്ന പുരയും വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും തമ്മിൽ 200 മീറ്റർ ദൂരം വേണമെന്നാണ് പുതിയ നിയമം പറയുന്നത്. എന്നാൽ തൃശൂരിൽ ഇത് 78 മീറ്റർ മാത്രമാണ്. പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകൾ നൽകിയ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷമായിരുന്നു കലക്ടറുടെ തീരുമാനം. എന്നാൽ പരമ്പരാഗതമായി നടത്തപ്പെടുന്നതാണ് ഇതെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. തൃശൂർ കുന്നംകുളത്ത് സ്ത്രീയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച നാട്ടുകാർ. കുന്നംകുളം, തൃശൂർ കുന്നംകുളത്ത് വയോധിക കൊല്ലപ്പെട്ട നിലയിൽ. നാടഞ്ചേരി വീട്ടിൽ സിന്ധു 55 ആണ് കൊല്ലപ്പെട്ടത്. കഴുത്തറുത്താണ് കൊലപാതകം. മോഷണശ്രമത്തിനിടെ സിന്ധുവിനെ കൊലപ്പെടുത്തുകയായിരുന്നെന്നാണ് സംശയം. രാത്രി 8 മണിയോടെയാണ് സംഭവം. പ്രതിയെ നാട്ടുകാർ പിടികൂടി. മുതുവറ സ്വദേശി കണ്ണനാണ് പിടിയിലായത്. ഇയാളെ പോലീസിന് കൈമാറി. സിന്ധുവിന്റെ സ്വർണ്ണാഭരണങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. വൈകിട്ട് 7 മണിയോടെ ഭർത്താവ് പുറത്തുപോയ സമയത്തായിരുന്നു കൊലപാതകം. വീടിനോട് ചേർന്ന് ധാന്യങ്ങൾ പൊടിക്കുന്ന മില്ല് നടത്തുകയായിരുന്നു സിന്ധു. ഉമാ തോമസ് MLAക്ക് പരിക്കേറ്റ അപകടം. മൃദംഗ വിഷൻ CEO അറസ്റ്റിൽ. കൊച്ചി, ഉമാ തോമസ് MLA വീണ് പരിക്കേറ്റ സംഭവത്തിൽ പരിപാടി സംഘടിപ്പിച്ച മൃദംഗ വിഷ ന്റെ CEO അറസ്റ്റിൽ. കൊച്ചിയിലെ ഒരു ഫ്ളാറ്റിൽ നിന്നാണ് CEO ആയ ഷമീർ അബ്ദുൽ റഹീം പിടിയിലായത്. ഇന്നലെ വൈകിട്ടാണ് കൊച്ചി കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചുണ്ടായ അപകടത്തിൽ ഉമാ തോമസ് MLAക്ക് ഗുരുതര പരിക്കേറ്റത്. തലയ്ക്കും ശ്വാസകോശത്തിനും അടക്കം പരിക്കേറ്റിരുന്നു. നിലവിലെ റിനൈ മെഡിസിറ്റി ആശുപത്രിയിൽ ICUവിലെ ചികിത്സയിലാണ് ഉമാ തോമസ് MLA. തലയ്ക്ക് ഗുരുതര പരിക്കുണ്ടെങ്കിലും അടിയന്തര ശസ്ത്രക്രിയയുടെ ആവശ്യമില്ലെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം MLA ഉമാ തോമസ് വീണു ഗുരുതര പരിക്കേറ്റ പരിപാടിയെ ചൊല്ലിയുള്ള സാമ്പത്തിക ആരോപണത്തിൽ ദിവ്യ ഉണ്ണിയെ ആവശ്യമെങ്കിൽ വിളിച്ചുവരുത്തുമെന്ന് CET പോലീസ് കമ്മീഷണർ പുട്ട വിമൽ ആദിത്യ പറഞ്ഞു.
വിഷയത്തിൽ പാലാരിവട്ടം പോലീസ് കേസ് എടുത്തിട്ടുണ്ട് എന്നും സംഘാടകർ അനുമതി എടുത്തിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമെന്നും സിഇടി പോലീസ് കമ്മീഷണർ പറഞ്ഞു. സംയുക്ത ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷം കോടഞ്ചേരിയിൽ. കോടഞ്ചേരി യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം UCF കോടഞ്ചേരി മേഖലയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ആദ്യത്തെ ക്രിസ്മസ് പുതുവത്സര ആഘോഷം ജനുവരി 1 വൈകുന്നേരം 5 മണിക്ക് കോടഞ്ചേരിയിൽ വെച്ച് നടക്കും. കോടഞ്ചേരി മേഖലയിലെ കത്തോലിക്ക, ഓർത്തഡോക്സ്, യാക്കോബായ, മാർത്തോമ എന്നീ 23 ഇടവകകൾ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വൈകിട്ട് 5:30 ക്രിസ്തുമസ് റാലി കോടഞ്ചേരി ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച ബസ് സ്റ്റാൻഡ് ചുറ്റി തിരികെ ഗ്രൗണ്ടിലേക്ക്, 6 മണിക്ക് പൊതുസമ്മേളനം, 6:30 കരോൾ ഗാനങ്ങൾ, സ്കിറ്റ്, ഡാൻസ്, 8 മണിക്ക് മാജിക് ഷോ, ക്രിസ്മസ് സന്ദേശം മാജിക്കിലൂടെ. തിരികെ പോകുന്നതിന് കുപ്പായക്കോട്, നാരങ്ങാത്തോട്, വേളങ്കോട് ഭാഗങ്ങളിലേക്ക് യാത്രാ സൗകര്യമുണ്ടായിരിക്കുന്നതാണെന്ന് ഫാദർ ജോസഫ് എണ്ണാപറമ്പിൽ, കൺവീനർ UCF, ഫാദർ കുര്യാക്കോസ് ഐക്കുളമ്പിൽ, ഡയറക്ടർ UCF എന്നിവർ അറിയിച്ചു. ശ്രേയസ് നാരങ്ങാത്തോട് യൂണിറ്റ് ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. കോടഞ്ചേരി ശ്രേയസ് കോഴിക്കോട് മേഖല നാരങ്ങാത്തോട് യൂണിറ്റ് ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. യൂണിറ്റ് ഡയറക്ടർ ഫാദർ സിജോ പന്തപ്പള്ളി അധ്യക്ഷം വഹിച്ച മീറ്റിംഗ് ഫാദർ റിനോ ഉദ്ഘാടനം ചെയ്തു. ക്രിസ്തുമസ് സന്ദേശം നൽകി മതസൗഹാർദ്ദത്തോടുകൂടി ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കണമെന്ന് ഉദ്ബോധിപ്പിച്ചു. വ്യത്യസ്തമാർന്ന കലാപരിപാടികൾ ആഘോഷത്തിന് മികവേകി. മേഖലാ കോർഡിനേറ്റർ ലിസി റെജി, യൂണിറ്റ് പ്രസിഡന്റ് PC ചാക്കോ, സെക്രട്ടറി റോഷിനി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. CO ഗ്രേസിക്കുട്ടി വർഗീസ് സ്വാഗതവും VD ജോസഫ് നന്ദിയും അർപ്പിച്ചു. യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ ആഘോഷ പരിപാടിക്ക് നേതൃത്വം നൽകി. 175 അംഗങ്ങൾ പങ്കെടുത്ത ആഘോഷ പരിപാടി സ്നേഹവിരുന്നിനോട് അവസാനിച്ചു. പെൻഷൻ മുതൽ പാചകവാതക വില വരെ ജനുവരി 1 മുതൽ വരാൻ പോകുന്നത് വമ്പൻ മാറ്റങ്ങൾ. രാജ്യം മുഴുവൻ 2025 വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ്. പലയിടത്തും പുതുവർഷാഘോഷവും തുടങ്ങിക്കഴിഞ്ഞു. 2025 പല മേഖലകളിലും വമ്പൻ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ഇതിൽ ചിലത് സാധാരണക്കാർക്ക് ഇരിപ്പടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒഴിച്ചുകൂടാൻ പറ്റാത്ത പല സാധനങ്ങൾക്കും വില കുത്തനെ ഉയരാൻ പോകുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പുതിയ GST നിരക്കുകൾ മുതൽ വിസ നിയമങ്ങളും മൊബൈൽ ഡാറ്റ നിരക്കുകളിലെ മാറ്റങ്ങളുമൊക്കെ 2025 ജനുവരി 1 മുതൽ നിങ്ങളുടെ കുടുംബ ബഡ്ജറ്റിനെയും ബാധിച്ചേക്കും. അടുത്ത വർഷത്തെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പാചകവാതക വില. എണ്ണ വിപണന കമ്പനികൾ എല്ലാ മാസവും 1-ാം തീയതിയാണ് പാചകവാതക വിലയിൽ മാറ്റം വരുത്താറ്. ഗാർഹിക സിലിണ്ടറുകളുടെ 14.2 കിലോ വില മാസങ്ങളായി മാറ്റമില്ലാതെ തുടരുകയാണ്. നിലവിലെ ഡൽഹിയിൽ സിലിണ്ടറിന് 803 രൂപയാണ്. അതേസമയം വാണിജ്യ സിലിണ്ടറുകളുടെ വില തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാർഹിക പാചകവാതക നിരക്കിലും ഉടൻ മാറ്റമുണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാർ വില കൂടും. കേരളത്തെ സംബന്ധിച്ച് കാറില്ലാത്ത വീട് വളരെ ചുരുക്കമാണ്. ഒന്നിലധികം കാറുകളുള്ള നിരവധി വീടുകൾ ഇവിടെയുണ്ട്. എന്നാൽ കാർ പ്രേമികളെ സംബന്ധിച്ച് അല്പം നിരാശയുള്ള വാർത്തകളാണ് വരുന്നത്. 2025 ജനുവരി 1 മുതൽ മാരുതി സുസുക്കി, ടാറ്റ മോട്ടോഴ്സ്, ഹ്യുണ്ടായി, മഹീന്ദ്ര, ഹോണ്ട, കിയ തുടങ്ങിയ പ്രമുഖ വാഹന നിർമ്മാതാക്കളും ആഡംബര ബ്രാൻഡുകളായ മെഴ്സിഡീസ് ബെൻസ്, ഔഡി, BMW എന്നിവയും 2 മുതൽ 4% വരെ വില വർദ്ധിപ്പിക്കും. ഉയർന്ന ഉൽപ്പാദന ചെലവ്, വർദ്ധിച്ച കൂലി അടക്കമുള്ള ഘടകങ്ങളാണ് വില വർധനയ്ക്ക് കാരണമെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. കാർ വാങ്ങാൻ പദ്ധതിയുണ്ടെങ്കിൽ വരും വർഷങ്ങളിൽ കൂടുതൽ മുതൽ മുടക്കേണ്ടിവരുമെന്ന് ചുരുക്കം. റീചാർജിന് ചെലവേറും. ജിയോ, എയർടെൽ, വോഡഫോൺ, BSNL തുടങ്ങിയ ടെലികോം ഭീമന്മാർ ഉടൻ തന്നെ ഡാറ്റ ചാർജ് പ്ലാനുകൾ കൂട്ടിയേക്കും. പുതിയ നിരക്കുകൾ ജനുവരി 1 പ്രാബല്യത്തിൽ വരും. ടെലികമ്മ്യൂണിക്കേഷൻസ് റൈറ്റ് ഓഫ് വേ റൂൾസ് 2024 സെപ്റ്റംബർ 19 ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് അവതരിപ്പിച്ചത്. ഫിക്സഡ് ഡെപ്പോസിറ്റ് റൂൾസ് നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികളിലെയും NBFC ഹൗസിംഗ് ഫിനാൻസ് കമ്പനികളിലെയും HFC സ്ഥിര നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങൾ 2025 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഈ വർഷം ആദ്യമാണ് പൊതുനിക്ഷേപങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത്തരമൊരു നിർദ്ദേശം അവതരിപ്പിച്ചത്. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ അടക്കം ഇതിൽ ഉൾപ്പെടുന്നു. പെൻഷൻ പിൻവലിക്കലിലെ മാറ്റങ്ങൾ. ഇത് പൊതുജനങ്ങളെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ്. 2025 ജനുവരി 1 മുതൽ ലളിതമായ രീതിയിൽ പെൻഷൻ പിൻവലിക്കാൻ സാധിക്കും. വെരിഫിക്കേഷന്റെ പേരിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടാതെ തന്നെ പെൻഷൻകാർക്ക് രാജ്യത്തെ ഏത് ബാങ്ക് ശാഖയിൽ നിന്നും പണം പിൻവലിക്കാൻ കഴിയും. പുതിയ കേന്ദ്രീകൃത പെൻഷൻ പേയ്മെന്റ് സംവിധാനം ഇഡിഎഫ്ഒയുടെ 78 ലക്ഷത്തിലധികം EPS പെൻഷൻകാർക്ക് പ്രയോജനം ചെയ്യുമെന്നാണ് വിവരം. UPI 123 പേ പണമിടപാട് പരിധി വർദ്ധിപ്പിച്ചു. മുമ്പ് പരമാവധി ഇടപാട് പരിധി 5000 രൂപയായിരുന്നു. എന്നാൽ 2025 ജനുവരി 1 മുതൽ പരിധി 10000 രൂപയായി ഉയർത്തും. വാട്സാപ്പ് ലഭിക്കില്ല. കിക്കാറ്റോയ്സിലോ പഴയ പതിപ്പുകളിലോ പ്രവർത്തിക്കുന്ന ആൻഡ്രോയിഡ് ഉപകരണങ്ങളിൽ വാട്സാപ്പ് ഉടൻ പ്രവർത്തനം നിർത്തും. ഈ മാറ്റം സാംസങ്, LG, സോണി, HTC, മോട്ടറോള തുടങ്ങിയ ബ്രാൻഡുകളിൽ നിന്നുള്ള ജനപ്രിയ മോഡലുകളെ ബാധിക്കും. പ്രത്യേകിച്ച് 9 മുതൽ 10 വർഷം മുമ്പ് പുറത്തിറങ്ങിയ ഫോണുകളിൽ താഴേണ്ട ഈ വിസ സംവിധാനം
2025 ജനുവരി 1 മുതൽ ലോകമെമ്പാടുമുള്ള സന്ദർശകർക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് വഴി തായ്ലൻഡ് വിസയ്ക്ക് അപേക്ഷിക്കാൻ കഴിയും. മുമ്പ് ഈ വിസ സംവിധാനം ചില പ്രദേശങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.